ശ്രീ ജോസ് ചെമ്പേരി കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രതിനിധിയാണ്. ശ്രീ ജോസ് ചെമ്പേരി, ഈ ജോസ് കെ മാണിയും അവിടെ പോയ സംഘത്തിൽപ്പെട്ടയാളാണ്. ഇപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ LDF ആണ് പ്രധാനമായും, CPM ആണ് പ്രധാനമായിട്ടും പറഞ്ഞത്. അത് ബിഷപ്പുമാർക്കെതിരെ കൂടിയായിരുന്നു. നേരത്തെ നിങ്ങൾ ഈ കേക്കും വൈനും ഒക്കെ സ്വീകരിച്ചുവല്ലോ, അപ്പോൾ ഇങ്ങനെ അടുക്കുന്നതിനെക്കുറിച്ച് അന്ന് തന്നെ ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയതല്ലേ ഇത് തിരിച്ചടിക്കുമെന്ന്? അതിപ്പോൾ കണ്ടുവല്ലോ എന്ന ചോദ്യവും ഉന്നയിച്ചതാണ്. പക്ഷേ അവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. ഇനിയും സഭയ്ക്ക് കേന്ദ്ര സർക്കാരുമായിട്ടും BJPയുമായിട്ടും ലൈസൻസ് ചെയ്ത് പോയാലേ പറ്റുകയുള്ളൂ. കാരണം അവരെ ആശ്രയിച്ച് മുന്നോട്ട് പോയാലേ കഴിയുകയുള്ളൂ. ഒരു ഉദാഹരണമായി ഛത്തീസ്ഗഡ് മാറുകയാണല്ലോ. അങ്ങനെ ഒരു ബന്ധമുള്ളതുകൊണ്ട് ഉടനെ തന്നെ ഇവിടെ ഇറങ്ങി പുറപ്പെടാൻ ഒരു രാജീവ് ചന്ദ്രശേഖർ ഉണ്ടായിരുന്നു. BJPയുടെ മുഴുവൻ നേതാക്കളും അതിലുണ്ടായെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അവർക്കിടയിലും ചില അസ്വസ്ഥതകൾ ഇക്കാര്യത്തിലുണ്ട്. അത് പിന്നീട് പരിഹരിക്കപ്പെടുമായിരിക്കും. പക്ഷേ എന്നാലും ശ്രീ ജോസ് ചെമ്പേരി, അതുകൊണ്ട് നിങ്ങൾ എത്ര പറഞ്ഞാലും സഭ നന്ദി പറയുന്നവരുടെ കൂട്ടത്തിൽ BJPയും ഉണ്ടാവും, കേന്ദ്ര സർക്കാരും ഉണ്ടാവും. ഇതാണ് കാരണം. ഭാവിയിലും നോക്കേണ്ടതുണ്ട്. അല്ല, ഈ അച്ഛൻ BJPക്ക് നന്ദി പറഞ്ഞതിൽ എനിക്ക് പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല. പക്ഷെ ശരിക്കും നന്ദി പറയേണ്ട ഒരു സംഭവമാണ് നടന്നത്. അത് ആലോചിക്കണം. ചുമ്മാ കള്ളക്കേസുണ്ടാക്കി, ഇല്ലാത്ത കേസുണ്ടാക്കി ജയിലിൽ അടച്ചു വെച്ചും അവർക്ക് ജാമ്യം കിട്ടി, ശരിയാ. ആ ജാമ്യം കൊണ്ട് എല്ലാം നേടിയോ? ഒരിക്കലുമില്ല. ഈ കള്ള FIR റദ്ദ് ചെയ്യണം, അതല്ലേ രാജ്യത്തിൻ്റെ ആവശ്യം. ജാമ്യം കിട്ടുകൊണ്ട് എന്തോ കാര്യം? അവർ പുറത്തിറങ്ങിയ സന്തോഷമുണ്ട്. ഈ വ്യാജ FIR റദ്ദ് ചെയ്യണം. അതുപോലെ തന്നെ നീതി നടപ്പിലാക്കേണ്ട നിയമപാലകർ, പോലീസ്, അവരേതെങ്കിലും സംഘപരിവാർ ശക്തികൾ പറയുന്നത് കേട്ടാണോ അവർ ജോലി ചെയ്യേണ്ടത്? അതിനാണ് അവർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നത്? ചിന്തിക്കേണ്ട ഒത്തിരി വിഷയങ്ങൾ ഇവിടെ ഉണ്ടെന്നേ. ഒരു സ്ത്രീയെ, എന്നാൽ ജ്യോതി ശർമ്മ, പോലീസ് സ്റ്റേഷനിലെ SIയുടെ മുമ്പിൽ വെച്ചും പോലീസുകാരുടെ മുമ്പിൽ വെച്ച് താടിക്കിട്ട് തട്ടുന്നു, അടിക്കാൻ പോകുന്നു. എന്തൊക്കെ ഈ രാജ്യം കണ്ടത്? അപ്പം നിയമപാലകർ നിയമം നാട്ടിൽ നടപ്പിലാക്കാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ വരാവുന്നതാണ് അതിലൊന്ന്. അതുപോലെ നീതി നടപ്പിലാക്കാൻ കരുത്തില്ലാത്തവർ, അതിന് ശേഷിയില്ലാത്തവർ ന്യായാധിപനായിരുന്നാലും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതും ഇവിടെ സംഭവിച്ചു. ഭരണഘടനയെ മാനിക്കാത്ത, ഭരണഘടനയെ അംഗീകരിക്കാത്ത ഒരു കേന്ദ്ര സർക്കാർ ഉണ്ടായാൽ എന്തൊക്കെ സംഭവിക്കുക? അതൊക്കെ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്നേ. ജാമ്യം കിട്ടിയത് വലിയ ആനക്കാര്യമൊന്നുമല്ല. അവർ കുറച്ചുകൂടെ ജയിലിൽ കിടന്നാലില്ല, ചത്തുപോകായിരുന്നു, ഒന്നുമില്ലല്ലോ. ജാമ്യം കിട്ടിയ സന്തോഷമുണ്ട്. അവർ ഈ പുറത്തിറങ്ങിയായിട്ട് ശുദ്ധവായൊക്കെ ശ്വസിക്കട്ടെ. അടിസ്ഥാന വിഷയം എന്താ? ഈ FIR റദ്ദ് ചെയ്യണം. ഇത് കള്ളക്കേസായ FIR റദ്ദ് ചെയ്യണം. അത് എന്താണ് ഈ മതപരിവർത്തനം? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ സമുദായം എന്ന് പറയുന്ന ഇന്ത്യയെ ഒട്ടേറെ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തൊക്കെ ഒട്ടേറെ സംഭാവനകൾ നടത്തിയിട്ടുള്ളതാണ്. വല്ല സംശയമുണ്ടോ? ഡൽഹിയിലെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ്, ബോംബെയിലെ സെൻറ്റ് സേവിയേഴ്സ് കോളേജ്, ചെന്നൈയിലെ ക്രിസ്ത്യൻ കോളേജ്, അതുപോലെ ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ്, അങ്ങനെ എത്രയോ എണ്ണിയാൽ തീരാത്ത ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ രാജ്യത്ത് സ്ഥാപിച്ച് ഈ രാജ്യത്തിന് വിദ്യാഭ്യാസം നൽകിയതാണോ ഈ സഭ ചെയ്ത തെറ്റ്? ഈ മിഷണറിമാർ ചെയ്ത തെറ്റ്? സെൻറ്റ് സ്റ്റീഫൻസിൽ പഠിച്ചവരല്ലേ ഡൽഹിയിലെ ഇന്ത്യ മിടുക്കന്മാരാളുകൾ? ജീവിച്ചിരിക്കുന്നതും മരിച്ചവരുമായ എത്രയോ മഹാരഥന്മാർ ഈ കോളേജുകളിലല്ലേ പഠിച്ചു വളർന്നത്? മെഡിക്കൽ കോളേജ് എടുക്കുക, വലിയൊരു മെഡിക്കൽ കോളേജ് തൊട്ട് എത്രയോ മെഡിക്കൽ കോളേജുകളുണ്ട്. അപ്പം ഈ കോളേജുകളിലൊക്കെ പഠിക്കുന്നവരെ എന്നാ വല്ല മതപരിവർത്തനം ചെയ്യുന്നുണ്ടോ? അങ്ങനെ വല്ല പരാതിയുണ്ടോ? മെഡിക്കൽ കോളേജിൽ ജോലിക്ക് ചെല്ലുന്നവരെ വല്ലവരും മതപരിവർത്തനം നടത്തുന്നുണ്ടോ? എവിടെയാണ് ഈ മതപരിവർത്തനം? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവർ പറയുന്നതനുസരിച്ച് മതപരിവർത്തനം നടത്തിയിരുന്നു എന്ന് വരികിൽ, ഇത് 2.4% ക്രിസ്ത്യാനിയുടെ എണ്ണം എന്നാന്ന് ഇപ്പം 2ലേക്ക് താന്നത്? അതുകൂടെ ഒന്ന് പറയണ്ടേ? ഞാൻ ചോദിക്കുന്നു, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടുക്കുന്നത്, മരുന്നില്ലാത്തവർക്ക് മരുന്ന് കൊടുക്കുന്നത്, വിദ്യാഭ്യാസമില്ലാതെ ഈ
പന്നിയിലയെ ചെന്ന് ജീവിക്കുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത്? ഇതൊക്കെ ഈ രാജ്യത്തെ മോശം കാര്യങ്ങളാണോ? ആണെങ്കിലാണെന്ന് പറയണം കേട്ടോ. ഒരാൾ ചെയ്ത അല്ലെങ്കിൽ സമൂഹം ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ആരെങ്കിലും അങ്ങോട്ട് ചേർന്നാൽ അതെങ്ങനെയാ മതപരിവർത്തനമാകുന്നത്? ഞാൻ ബി ജെ പിയുടെ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് 9 വർഷക്കാലം ബി ജെ പിയോട് സഹകരിച്ച് പ്രവർത്തിച്ച ഒരാളാണ്. പിന്നീട് ഒരു രാഷ്ട്രീയ പാർട്ടി, കേരള വികാസ് കോൺഗ്രസ് എന്ന പാർട്ടി ഉണ്ടാക്കി ബി ജെ പിയുടെ ഘടകകക്ഷിയായിട്ടിരുന്ന ആളാണ്. നാളെ ബി ജെ പിയോടുള്ള ആഭിമുഖ്യത്തിലെ മോഡിജിയോടുള്ള ആഭിമുഖ്യമുണ്ട്. ഞാൻ നാളെ ഹിന്ദു ആയാലും എന്നെ ആര് ചോദ്യം ചെയ്യുമെന്നേ എന്ന് പറഞ്ഞ് എനിക്കതിനുള്ള സ്വാതന്ത്ര്യമില്ലേ? അങ്ങനെ ആരെങ്കിലും അധസ്ഥിതരുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നുള്ള വിഷമം എന്താ? ഈ മേലാളന്മാരെ സംബന്ധിച്ചുള്ള കീഴ്ജാതികൾ എപ്പോഴും കീഴിൽ തന്നെ കിടക്കണമെന്നാണോ നിങ്ങളുടെ ചിന്ത? ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് വർഷം എത്രയായി? ഇന്ത്യയുടെ ആത്മാവെവിടെയാണ് നിലകൊള്ളുന്നത്? ഗ്രാമങ്ങളില്. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ 1/2 ആളുകൾ ഇന്ന് ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമാണെന്നേ വല്ല സംശയമുണ്ടോ? അല്ലെങ്കിൽ ഒന്ന് പറ. അങ്ങനെയുള്ള മേഖലയിലേക്ക് ക്രിസ്ത്യൻ മിഷണറിമാരോ സന്യസ്തരോ കയറി ചെന്ന് അവർക്ക് ആഹാരം കൊടുക്കുകയും വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവർക്ക് മരുന്ന് കൊടുക്കുകയും അവർക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കാർ തലയ്ക്ക് വെളിവുണ്ടാക്കുകയും ചെയ്താൽ ഈ കീഴാളന്മാരൊക്കെ മേലാളന്മാരുടെ മുകളിൽ കയറുന്ന പോലെ ഭയം ഇവർക്കുണ്ടോ? എവിടെയാണ് മതപരിവർത്തനം? ശരി, ശ്രീ ജിജി ജോസഫ്, അങ്ങനെ ഒരു മതപരിവർത്തനം നടക്കുന്നില്ല എന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധി കൂടിയാണ് അദ്ദേഹം. ഇത് കള്ളക്കേസ്, അപ്പോൾ FIR-ഉം റദ്ദാക്കണം. ഈ ശരിക്കും പറഞ്ഞാൽ NIA അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ വിധിയിൽ. അങ്ങനെയാണല്ലോ, അന്വേഷണം തുടരുമെന്ന് തന്നെയാണ്, NIA-യുടെ പരിശോധന ഉണ്ടാകുമെന്ന് തന്നെയാണ്. അപ്പോൾ ജാമ്യം കിട്ടിയെന്നേ ഉള്ളൂ, അന്വേഷണത്തിന് ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല ശ്രീ ജിജി ജോസഫ്. അത് മാത്രമല്ല, എനിക്ക് പറയാമോ? അല്ല ജിജി അല്ല, അന്വേഷണം ഒരു കേസ് ഉണ്ടായാൽ പിന്നെ അന്വേഷണം തുടരണ്ടേ? ആ അന്വേഷണം തുടരും. അതിൽ കുറ്റക്കാരല്ലെങ്കിൽ അവരെ വെറുതെ വിടും. അതാണ് നോർമലി ഇന്ത്യയിൽ നടക്കുന്ന ഒരു കാര്യം. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ഈ കേരള കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞതെന്ന് എനിക്ക് പറയാനുള്ളത്, ഇതിനു മുമ്പ് ഒരു 11 മാസം 5 അച്ഛന്മാരെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് ഈ രാജ്ഭവൻ മാർച്ച് എന്താ ഉണ്ടാവാതിരുന്നേ? അന്നെന്താ ഈ ഛത്തീസ്ഗഡിലേക്ക് ആരും പോവാതിരുന്നേ? എന്താ കാര്യം? അത് വേണ്ടായിരുന്നോ? ആ അച്ഛന്മാര് 11 മാസം ജയിലിൽ കിടന്നപ്പോ ഒന്നും മിണ്ടില്ലല്ലോ. പിന്നെ നാട്ടിൽ നടന്ന സേവനം മുഴുവനും മതപരിവർത്തനത്തിലുള്ള ഭാഗമായിട്ട് കാണരുത്. അത് മറ്റൊരു